കാരണം ഇത് നമുക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ കൂടെയാണ്. 2024 സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ആമേൻ പറഞ്ഞാട്ടെ. പ്രിയമക്കളെ, ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ അത് സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ നാം തയ്യാറാകണം. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വിശ്വാസ വാക്കുകൾ 2024 സംഭവിച്ചിരിക്കും. അത് സംഭവിച്ചിരിക്കും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അതിന് മാറ്റമില്ല. എത്ര പേർ ഇപ്രകാരം വിശ്വസിക്കുന്നു? അവിടെയാണ് ദൈവപ്രവൃത്തി നിനക്ക് അനുഗ്രഹമായി മാറുന്നത്. പ്രിയമക്കളെ, ഒരു വചനങ്ങളും മനുഷ്യൻ പുറപ്പെടുവിക്കുന്നതല്ല. പ്രത്യേകിച്ച് ഈ സത്യ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യങ്ങളും നമ്മൾ പറയുന്നതല്ല. ദൈവത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള വാക്കുകളാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ വചനമാണ്. അത് ദൈവമാണ് പുറപ്പെടുവിക്കുന്നത്. അത് പുറപ്പെടുമെങ്കിൽ അതിനൊരു പ്രവൃത്തിയുണ്ട്. അത് തികച്ചേ അത് മടങ്ങി വരൂ. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച്, ഓ വചനം അതിന്റെ പ്രവൃത്തി തികച്ചേ മടങ്ങി വരൂ. വെറുതെ ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന, ബിസ്ക്കറ്റ് കഴിക്കാൻ പോകുന്ന വചനമല്ല. ഇതിനൊരു പ്രവൃത്തിയുണ്ട്. അത് തികച്ചേ അത് മടങ്ങി വരൂ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ 2024 സംഭവിക്കുന്ന 9 കാര്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. നോക്കുക, ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. 2024 100 മേനി വിളവ് കിട്ടുന്ന വർഷം. എഴുതി വെക്ക, ഹൃദയമാകുന്ന മാംസഫലയിൽ എഴുതി വെക്ക. വിശ്വസിക്ക. 2024 നീ വിതച്ച വിത്തിന് 100 മേനി വിളവ് കിട്ടുന്ന വർഷം, കൊയ്ത്തിന്റെ വർഷം. somebody say hallelujah. വിതച്ചതേ കൊയ്യൂ. വിതയ്ക്കുന്നത്രേ കൊയ്യൂ. വിതയ്ക്കാതെ കൊയ്യാനൊക്കത്തില്ല. 2023 നീ വിതച്ചു. വിശ്വാസം വിതച്ചു, പ്രാർത്ഥന വിതച്ചു, ഓ കാഴ്ചപ്പാട് വിതച്ചു, സുവിശേഷീകരണം വിതച്ചു. ഇതിനൊക്കെ ഫലമായിട്ട് കൃപയാൽ 24 നീ കൊയ്യുവാൻ പോകുകയാണ്. 30 അല്ല, 60 അല്ല, 90 അല്ല, 100 മേനി. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കരം ചേർത്തടിച്ച് വിശ്വാസവാക്ക് ഏറ്റെടുത്ത് ധൈര്യപ്പെടുക. 100 മേനി വിളവ് കിട്ടുന്ന വർഷം 2024. നമുക്കറിയാം, അബ്രഹാമിന്റെ മകനാണ് ആര്? ഇസഹാക്ക്. അബ്രഹാമിന്റെ അനുഗ്രഹം ആരിലേക്ക് വന്നു? ഇസഹാക്കിലേക്ക് വന്നു. പ്രിയമക്കളെ, അബ്രഹാം 175 വർഷം ജീവിച്ചു. ഇസഹാക്കോ 180 വർഷം. ഒരാമേൻ പറഞ്ഞാട്ടെ. ചില കാഴ്ചപ്പാടുകളാണ് നിന്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നത്. നീ ഏറ്റെടുക്കുന്ന വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട്, നീ ഏറ്റെടുക്കുന്ന വചനത്തിന്റെ കാഴ്ചപ്പാട്, നീ ഏറ്റെടുക്കുന്ന സുവിശേഷീകരണത്തിന്റെ കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടുകൾ, ദൈവമായുള്ള ബന്ധം, ദൈവത്തെ സൽക്കരിക്കുന്ന നിലവാരങ്ങൾ, ദൈവത്തെ ബന്ധപ്പെട്ട് സൽക്കരിക്കുന്ന നിലവാരങ്ങൾ, ദൈവത്തിന്റെ വാക്ക് കേട്ട് അവന്റെ പ്രവൃത്തിക്ക് ചുമൽ കൊടുക്കുന്ന നിലവാരങ്ങൾ, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും സഞ്ചരിച്ചുകൊണ്ട് ദേശത്തെ അവകാശമാക്കുന്ന നിലവാരങ്ങൾ, അതത്ര നിന്നെ ഉയർത്തുന്നത്. നോക്കുക, അബ്രഹാം 175 വർഷം ജീവിച്ചിരുന്നു. എന്നാൽ ഒരു സ്വഭാവം കൂടെ ആർക്കുണ്ടായിരുന്നു? അബ്രഹാമിനേക്കാൾ ധ്യാന സ്വഭാവം. ഒരാമേൻ പറഞ്ഞാട്ടെ. അബ്രഹാം വിശ്വസിച്ചെങ്കിൽ, വചനം സ്വീകരിച്ചുവെങ്കിൽ, ദൈവമായി സംസാരിച്ചുവെങ്കിൽ, പ്രാർത്ഥിച്ചുവെങ്കിൽ, ഇതിനൊക്കെ ഉപരിയായിട്ട് ഒരു സ്വഭാവം കൂടെ ആരേറ്റെടുത്തു? വചനം ധ്യാനിക്കുന്ന സ്വഭാവം കൂടെ. ഓ, വെളിം പ്രദേശത്ത് പോയിരുന്ന് ധ്യാനിക്കുന്ന, വചനം ധ്യാനിക്കുന്ന സ്വഭാവം കൂടെ ഇസഹാക്ക് ഏറ്റെടുത്തു. എന്ത് സംഭവിച്ചു? അബ്രഹാമിനേക്കാൾ 5 വർഷം കൂടെ ഇസഹാക്ക് ജീവിച്ചു. 180 സംവത്സരമാണ് ഇസഹാക്കിന്റെ ആയുഷ്കാലം. അബ്രഹാമിനേക്കാൾ 5 വർഷം കൂടെ.
100 മേനി വിളവ് അവന് ലഭിക്കുവാനിടയായി. പ്രിയമക്കളെ, സഭയിൽ ഞായറാഴ്ച വരുമ്പോൾ, വെള്ളിയാഴ്ച വരുമ്പോൾ കാഴ്ചപ്പാടുകൾ കിട്ടും. വെറുതെ തള്ളിക്കളയരുത്. ഇന്ന് ആരോ സാക്ഷി പറഞ്ഞിരിക്കുന്നു, ആശയാന്ന് തോന്നുന്നു, പറഞ്ഞു സഭയിൽ ലഭിക്കുന്ന കാഴ്ചപ്പാടുകൾ നാം ഏറ്റെടുത്ത് ചുവട് വെക്കുമെങ്കിൽ ഒരിക്കലും പരാജയമല്ല, ഉയർച്ച മാത്രമേ ഉള്ളൂ. നിന്നെ ഉയർത്തുവാനുള്ള പദ്ധതിയാണ് ഓരോ ഞായറാഴ്ചയും ഓരോ വെള്ളിയാഴ്ചയും ദൈവം വെളിപ്പെടുത്തുന്നത്. ഒരു താല്പര്യമേ ഉള്ളൂ, ആ ദൈവത്തിന് അവൻ്റെ മക്കൾ ഏതു കാലത്തും ഉയർന്നു വരണം, ഏതു സാഹചര്യത്തിലും ഉയർന്നു വരണം. എവിടെയും തകരാൻ പാടില്ല, ഒതുങ്ങിപ്പോകാൻ പാടില്ല. അസാധാരണ വഴികൾ അവർക്ക് തുറക്കപ്പെടണം. അതുകൊണ്ട് തന്നെ കുറവ് നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. എങ്ങനെ വിടുവിക്കാം, എങ്ങനെ രക്ഷിക്കാമെന്ന് കരുണാമയനായ ദൈവം നമ്മളെ സഹായിക്കുന്ന നിലവാരങ്ങൾക്കായി നന്ദി പറയാം. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും രണ്ടാമത്തെ അനുഗ്രഹം, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അടുത്ത വാക്യം, അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാ. നോക്കുക, 2024 ഇതൊരു വിശ്വാസ വാക്കായിട്ട് ഏറ്റെടുക്ക. നീ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനാകുകയാണ്. എന്തിനു വേണ്ടി? ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി. പ്രിയമക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ഒരുപാട് സാക്ഷ്യം കേട്ടല്ലോ. ഞാൻ പറഞ്ഞു പറയിച്ചതാണോ സാക്ഷ്യം? നിങ്ങൾ നാച്ചുറലായിട്ട് പറഞ്ഞതാണ്. ആരോടും ഞാൻ പറഞ്ഞില്ല ഇവിടെ നെഗറ്റീവ് ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞോ? ആരോടും പറഞ്ഞില്ല. നിങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങളാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത്. പ്രിയമക്കളെ, അതുപോലെ 2024 ഒരുപാട് ആനുകൂല്യങ്ങൾ തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതല്ല, ഇതിനേക്കാൾ വലിയ സാക്ഷ്യം 2024 ഡിസംബർ 31 പറയത്തക്കവണ്ണം ചില അത്ഭുതങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അസാധാരണ അത്ഭുതങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ്. നിന്റെ ദുഃഖം സന്തോഷമാകുകയാണ്, വിലാപം നൃത്തമായി തീരുകയാണ്, ഹൃദയം പിടച്ച് വികസിക്കുകയാണ്, അറിയാത്ത വഴികൾ നിനക്ക് വേണ്ടി മാത്രമായി തുറക്കപ്പെടുകയാണ്. പുറത്തു പോകുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്, അകത്ത് വരുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്. വർദ്ധിച്ച് വർദ്ധിച്ച് മഹാസമ്പന്നനാകുകയാണ്. 2023 അവസാനിക്കുവാൻ 4 മിനിറ്റുകൾ മാത്രം. എത്ര പേർക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. ബാക്കി വചനങ്ങളൊക്കെ നമുക്ക് അടുത്ത വർഷം കേൾക്കാം. ഇനി അടുത്ത വർഷമേ ഞാൻ പ്രസംഗിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അടുത്ത വർഷം വരെ നിങ്ങൾ കാത്തിരിക്കണം. മക്കളെ, ചില നിമിഷങ്ങൾ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകാം. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേൽക്കാം. ആർക്കെങ്കിലും മാതാപിതാക്കന്മാർക്ക് ഇരിക്കാൻ താല്പര്യം ഇരിക്കാം. നാം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? ഞാൻ പറയാം എന്താ നാം ചെയ്യാൻ പോകുന്നത്. നാം ചെയ്യാൻ പോകുന്ന കാര്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 3 മിനിറ്റുകൾ മാത്രം ബാക്കി. വിശ്വാസ വാക്ക് പറഞ്ഞുകൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് ഇത്രയും സമയം നാം കാത്തിരുന്നത്. അതിലുപരി ചില മിനിറ്റുകൾ കഴിയുമ്പോൾ നാം ഒരു പുതിയ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. ഒരു പുതുവർഷം കൂടെ. സ്തുതിയോടെ, വിശ്വാസ വാക്കുകളോടെ, 2 മിനിറ്റുകൾ കൂടെ. മുന്നും പിന്നും നോക്കരുത്, ഇടം വലം നോക്കരുത്. നിങ്ങളും ദൈവമായുള്ള ബന്ധമാണ് ഇവിടെ. മനസ്സറിയണേ അപ്പാ. 23 കടന്നു പോകുന്നു. 24 ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. 23 അങ്ങയിൽ ആരംഭിച്ചു. നിരാശപ്പെടേണ്ടി വന്നില്ല, സങ്കടപ്പെടേണ്ടി വന്നില്ല, ദുരിതമനുഭവിക്കേണ്ടി വന്നില്ല, മണ്ണിനടയിൽ പോകേണ്ടി വന്നില്ല. അതുപോലെ 24 അങ്ങയിൽ ആരംഭിക്കുന്നപ്പോ അത് ജയത്തിന്റെ വർഷമാകട്ടെ, ആയുരാരോഗ്യ സൗഖ്യത്തിന്റെ വർഷമാകട്ടെ, അത്ഭുതത്തിന്റെ വർഷമാകട്ടെ, വിടുതലിന്റെ വർഷമാകട്ടെ. യെസ്, ഹല്ലേലൂയ.
വെറും 2 മിനിറ്റുകൾ, 1.5 മിനിറ്റ് കൂടെ. മറ്റെല്ലാം മറക്ക, നിങ്ങളും ദൈവം തനിച്ചാകട്ടെ. മറ്റെല്ലാം മറക്ക, എല്ലാം മറക്ക, നിങ്ങളും ദൈവം തനിച്ചാകട്ടെ. പറഞ്ഞാട്ടെ, 2024 സൗഖ്യത്തിന്റെ വർഷമാണ്. 2024 നന്മയുടെ വർഷമാണ്. 2024 അനുഗ്രഹത്തിന്റെ വർഷമാണ്. വിശ്വാസവാക്ക് പറഞ്ഞ് 2024ലേക്ക് ചുവട് വെച്ചു കയറാം. അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിലേക്ക്, നന്മയിലേക്ക് ദൈവത്തിൽ തുടങ്ങാം. ദൈവത്തിൽ തുടങ്ങിയാൽ ദൈവം നടത്തും, ദൈവം ഉയർത്തും, മാനിക്കും. സമൃദ്ധിയുടെ വർഷമോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 2024 വിജയത്തിന്റെ വർഷം, ഉണർവിന്റെ വർഷം, ഉത്സവത്തിന്റെ വർഷം, സന്തോഷത്തിന്റെ വർഷം, സൗന്ദര്യത്തിന്റെ വർഷം, സാധ്യതകളുടെ വർഷം, ജീവന്റെ വർഷം, കൃപയുടെ വർഷം, കല്ലറകൾ തകരുന്ന വർഷം, തടവറകൾ തകരുന്ന വർഷം, താമ്രമാതിരികൾ തകരുന്ന വർഷം, അകത്ത് വരുമ്പോൾ അനുഗ്രഹം. വെറും 30 സെക്കൻഡ് കൂടെ, വെറും 30 സെക്കൻഡ്. ഓ, ദൈവത്തിൽ അലിഞ്ഞു ചേർന്ന്, ദൈവത്താൽ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവം. 25 സെക്കൻഡ്, 20 സെക്കൻഡ്, 10 സെക്കൻഡ്, 5 സെക്കൻഡ്. 2024ലേക്ക് പ്രവേശിക്കുന്ന സ്തുതിയോടെ, സ്തോത്രത്തോടെ, അഭിഷേകത്തോടെ എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുത ക്രിയകളെ ചെയ്യുന്ന വർഷം. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ച് പുറത്തു പോകുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്ന വർഷം, പട്ടണത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്ന വർഷം, മുഖം പ്രകാശിക്കുന്ന വർഷം, മുദ്രകൾ പൊട്ടുന്ന വർഷം, മൂടുപടങ്ങൾ മാറുന്ന വർഷം. കരങ്ങളെ ചേർത്തടിച്ച് നന്മ കൊണ്ട് അലങ്കൃതമാകുന്ന വർഷം, മഹാമാരി ഒഴിയുന്ന വർഷം, ആത്മമാരി പെയ്യുന്ന വർഷം, അനുഗ്രഹം കവിയുന്ന വർഷം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി വീശേ. ഹാപ്പി ന്യൂ ഇയർ. കരങ്ങളെ ചേർത്തടിച്ച് പരസ്പരം ഷേക്കാട്ടി വിടുന്നു. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഇരിക്കാം, ഇരുന്നാട്ടെ. മക്കളെ, നിങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളവരാണ്. ഒരു വർഷം ദൈവത്തിൽ തുടങ്ങുക ഒരു സാധാരണ കാര്യമല്ല മക്കളെ. നിങ്ങളെക്കാൾ ഉപരി സന്തോഷിച്ചാരെന്നറിയാമോ? ദൈവം. ദൈവത്തിന്റെ ഹൃദയം പിടച്ച് വികസിച്ചു. ഞാൻ സൃഷ്ടിച്ച എന്റെ മക്കൾ എന്റെ നാമം പറഞ്ഞുകൊണ്ട് വർഷം അവസാനിച്ചിരിക്കും. ഒരു വർഷം അവസാനിപ്പിച്ച് എന്റെ നാമം പറഞ്ഞുകൊണ്ട് ഒരു പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു. ഈ വർഷം മുഴുവൻ, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഞാൻ അവരെ അനുഗ്രഹിക്കൂ. ഈ വർഷത്തിന് കൃപയാൽ നമ്മൾ ഇട്ടിരിക്കുന്ന പേര് 2024 the year of fervent prayer. എന്താണ് the year of fervent prayer എന്ന് പറഞ്ഞാൽ മല്ലു പിടിച്ച് പ്രാർത്ഥിക്കുന്ന വർഷം. the year of fervent prayer. പാസ്റ്റർ, എന്താ the year of blessing ഇട്ടാ പോരായിരുന്ന പാസ്റ്ററെ? the year of new opening new doors എന്നൊക്കെ ഇട്ടാ പോരെ പാസ്റ്ററെ? the year of restoration എന്നൊക്കെ ഇട്ടാ പോരെ പാസ്റ്ററെ? ഇതിനൊക്കെ പറ്റിയ വേടാണ്
ദ ഇയർ ഓഫ് ഫെർവന്റ് പ്രയർ. ഒരമ്മയും പറഞ്ഞാട്ടെ. ഈ 24-ാം ആണ്ട് പ്രാർത്ഥനയുടെ വർഷമാണെങ്കിൽ ഒരു കാര്യം കൂടെ ഉറപ്പാക്കിക്കോ, അത് നന്മയുടെ വർഷമാണ്, അത് കൊയ്ത്തിന്റെ വർഷമാണ്, അത് ആനുകൂല്യത്തിന്റെ വർഷമാണ്. ഞാൻ സംസാരിക്കുന്നത് യേശുവിന്റെ ഭാഷയാണ്. വേഗത്തിൽ ബാക്കി കാര്യം ചിന്തിക്കാം. 2 കാര്യം ചിന്തിച്ചു. എന്താണ്? 100 മേനി വിളവുകൾ ലഭിക്കുന്ന വർഷം 24, വർദ്ധിച്ച് വർദ്ധിച്ച് മഹാസമ്പന്നനാകുന്ന വർഷം 24, വീണ്ടും സന്തതി ലഭിക്കുന്ന വർഷം 24. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14 നോക്കുക. അവിടെ പറയുന്നു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും. ആരോടാ പറയുന്നത്? 90 വയസ്സുള്ള കിളവിയോട്, സാറായോട്. സാറായിക്കും അബ്രഹാമിനും തമ്മിൽ 10 വയസ്സ് പ്രായവ്യത്യാസമുണ്ട്. സാറായിക്ക് 90-ഉം അബ്രഹാമിന് 100-ഉം. ആ സമയത്താണ് അവർക്ക് കുഞ്ഞിനെ കിട്ടുന്നത്. അപ്പോൾ 89ഓളം വയസ്സുള്ള കിളവിയോട് പറയുകയാണ്, നീ ഗർഭം ധരിക്കും. ലോകപ്രകാരം വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ സ്ത്രീ ചിരിച്ചു. കാര്യം അവൾക്ക് അവളുടെ ശരീരത്തെക്കുറിച്ച് അറിയാം. യെസ്, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മരണകാലം അടുത്തിരിക്കുന്നു. പ്രായം അധികമായി. ഇനി ഒരു കുഞ്ഞിനെ കിട്ടുക അസാധാരണ കാര്യമാണ്. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൾ ചിരിച്ചു. പക്ഷെ പെട്ടെന്ന് ദൈവത്തിന് മനസ്സിലായി അവൾ ചിരിച്ച കാര്യം. ദൈവം ചോദിക്കും, ചിരിച്ച എന്താ ചിരിച്ചേ? എന്താ അങ്ങ് പുച്ഛിച്ച് തള്ളിയത്? നിസ്സാരമായി കണ്ടതെന്താ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? Is anything too hard for the Lord? Is anything too hard for the Lord? Is anything too hard for the Lord? ഓ, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും ഒറ്റ മറുപടിയേ ഉള്ളൂ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിച്ചതുകൊണ്ട് അധികം ഞാൻ ആവർത്തിക്കുന്നില്ല. ഒറ്റ വാക്കിൽ മറുപടി കൊടുത്തു, യഹോവയാൽ കഴിയാത്ത. പക്ഷേ ആ ചിരിച്ചത് കൊണ്ട് ദൈവം അവൾക്ക് പണിഷ്മെന്റ് കൊടുത്തില്ല കേട്ടോ. കൊടുക്കാഞ്ഞ കാര്യം എന്താണ്? കാര്യം ദൈവത്തിനും അറിയാം മനുഷ്യൻ ആരാണ്. നമ്മുടെ ബലഹീനത, നമ്മുടെ അവിശ്വാസങ്ങളൊക്കെ ആർക്ക് നന്നായിട്ട് അറിയാം. അതിനെയൊക്കെ തരണം ചെയ്താണ് വിശ്വാസ വാക്ക് പറയുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അതിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിച്ചിരിക്കും. God can do miracles out of our mistakes. ഒരാമയും പറഞ്ഞാട്ടെ. God can do miracles out of our mistakes. ചില കുറവുകളിൽ നിന്ന് പോലും നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. എത്രവർ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? Only believe. വായിക്കാം യിരെമ്യാ പുസ്തകം, പ്രവചനം പുസ്തകം 51-ാം അധ്യായം 46-ാമത്തെ വാക്യം. 2024 സംഭവിക്കട്ടെ. അത് ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരാണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്, നിങ്ങൾ ഭയപ്പെടുകയും അരുത്. കേട്ടോ, രാവിലെ പേപ്പർ വായിക്കുമ്പോഴത്തേക്ക് ഒരു വർത്തമാനം, ആ വർത്തമാനം, ഈ വർത്തമാനം, ഭയപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ. കൊച്ചിനെ പിടിച്ചോണ്ട് പോയി, അപ്പനെ മോൻ തലക്കടിച്ചു കൊന്നു, ഭാര്യ ഭർത്താവ് വെട്ടിക്കൊന്നു, ഇങ്ങനെയുള്ള ഒരുപാട് വർത്തമാനങ്ങളാ കേൾക്കുന്നത്. ഇതൊന്നും നീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്ല. ഇതൊന്നും നിന്റെ ഭവനത്തിൽ വരത്തില്ല. നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് ദൈവം കാവലാണ്. ദുഷ്ടന്റെ ഒരു പ്ലാനും നടക്കത്തില്ല. അതുകൊണ്ട് ആ വർത്തമാനവും ഈ വർത്തമാനം കേട്ട് ഭയപ്പെട്ടു പോകരുത്, ധൈര്യം ക്ഷയിച്ചു പോകരുത്. അതുകൊണ്ട് തന്നെ 2024 ധൈര്യം ക്ഷയിക്കാത്ത വർഷം, ഭയപ്പെടാത്ത വർഷം. Somebody say hallelujah. എന്താണ് വചനം പറയുന്നത്? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത്
10,000 പേരും വീഴും. എന്നാൽ അത് നിന്നോട് എന്താണെന്നറിയാമോ? മഹാമാരിയെ കുറിച്ചാ പറയുന്നത്. അവിടെ വായിച്ചു നോക്കണം. 91 സങ്കീർത്തനം. അവിടെ പറയുന്നു, മഹാമാരിയാൽ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതു ഭാഗത്ത് വീണോ? വീണോ? ഇല്ലേ? പക്ഷെ നീ വീണില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. നിന്റെ വശത്ത് 1000 പേര് വീണു, അപ്പുറത്ത് 10,000 വീണു, പക്ഷെ നീ വീണില്ല. നിന്നെ സഹായിച്ചൊരു ദൈവമുണ്ട്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ മഹത്തായ പരിപാലനം. അത് 2024 അധികമായിട്ടുണ്ടാകും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കരം ചേർത്തടിച്ച് ശക്തിയോടെ മുമ്പോട്ട് പോകാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇതൊക്കെ എഴുതി വെച്ചാൽ മതി. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. മതി. നിന്റെ ദേശത്തെ ഈ 1-ാം തീയതി മുതൽ അടുത്ത ഡിസംബർ 31-ാം തീയതി വരെ പരിപാലിക്കുന്ന വർഷം, പരിപാലിക്കപ്പെടുന്ന വർഷം. ആണ്ടിന്റെ ആരംഭം മുതൽ എന്ന് പറഞ്ഞാൽ അടുത്ത ആണ്ട് പറപ്പിന് നീ വരും വരെയും ഇന്നത്തെ ആനുകൂല്യം നിലനിൽക്കും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച. ഇന്ന് ഉറക്കളച്ചിരുന്നതിന്റെ ആനുകൂല്യമുണ്ടല്ലോ, ഇന്ന് വില കൊടുത്തതിന്റെ, അല്പം ബോറടിച്ചതിന്റെ ഒക്കെ ആനുകൂല്യമുണ്ടല്ലോ. അടുത്ത ഡിസംബർ 31 രാത്രി ആണ്ടുപിറപ്പ് യോഗം വരെ നീ അനുഭവിക്കും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കരം ചേർത്തടിച്ച്. വീണ്ടും സങ്കീർത്തനം 65-11-ാമത്തെ വാക്യം. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. മതി. സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം 2024 നിന്റെ സംവത്സരം നന്മ കൊണ്ട് അലങ്കരിക്കപ്പെടും. ഒന്ന് പറയാൻ കഴിയുമോ? എന്നോട് ചേർന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? യെസ്. ആ വാക്യം എഴുതി വെച്ചാൽ മതി. പറഞ്ഞോട്ടെ. ഈ വർഷം നന്മ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന വർഷം. എല്ലാവരും 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 വാ തുറന്ന്. ഈ 2024 നന്മ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന വർഷം. വാ തുറന്ന് പറഞ്ഞാട്ടെ. 2024 നന്മ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന വർഷം. 2024 നന്മ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന വർഷം. അടുത്ത വാക്യം, അടുത്ത വാക്യം, അടുത്ത വാക്യം, അടുത്ത വാക്യം വേഗത്തിൽ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും. യോവേൽ 2:25. വായിച്ചോ. പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. മതി. നഷ്ടപ്പെട്ടതിന് പകരമായി ദൈവത്താൽ പകരം അനുഗ്രഹം പ്രാപിച്ചെടുക്കുന്ന വർഷമാണ്. 2023 22 കഴിഞ്ഞ വർഷങ്ങൾ നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് വെട്ടുക്കിളിയും വീട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ദൈവം പകരം നൽകുന്ന വർഷമാണ് 2024. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. വായിക്കാം അടുത്ത വാക്യം. 2 വാക്യം കൂടെ. ലൂക്കോസ് 13:16. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കുക. 18 വർഷം ബന്ധിക്കപ്പെട്ട് കിടന്ന സ്ത്രീയുടെ ബന്ധനം ഒരൊറ്റ നിമിഷം കൊണ്ട് ആരഴിച്ചു? അതെ, 2024 വർഷങ്ങൾ പഴക്കമുള്ള ബന്ധനങ്ങൾ ദൈവം അഴിച്ചുവിടുന്ന, നിന്നെ സ്വതന്ത്രനാക്കുന്ന വർഷമാണ്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഏറ്റെടുത്താട്ടെ. നാളുകൾ നാളകമുള്ള ത്വക്കിലാകട്ടെ, ഹൃദയത്തിലാകട്ടെ, രക്തത്തിലാകട്ടെ വ്യാപരിക്കുന്ന രോഗങ്ങളെ, ആ ബന്ധനങ്ങളെ അഴിച്ച് നിന്നെ സ്വതന്ത്രയാക്കുന്ന വർഷമത്ര 2024. ഒരു വാക്യം കൂടെ. പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരൂശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യോളം പറഞ്ഞയച്ചു.
അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. മതി. 2024 നിന്റെ ശുശ്രൂഷയിൽ, ജീവിതത്തിൽ ഒരു ബർന്നബാസ് വെളിപ്പെടുന്ന വർഷം. എന്താണ് ബർന്നബാസ്? അവിടെ പറയുന്നു, 2 ക്വാളിറ്റി ഉണ്ട് അവന്. എന്തേ? അവൻ നല്ല മനുഷ്യൻ, പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവൻ. ഒരു മനുഷ്യൻ നല്ലവനാകുന്നത് എങ്ങനെയാ? കുറെ പണം കൊടുക്കുമ്പോഴാണോ പരോപകാരം? കുറെ പേരെ വീട്ടിൽ ചെന്ന് കാണുമ്പോഴാണോ? വോട്ടിൽ നിന്ന് ജയിക്കുമ്പോഴാണോ നല്ലവനാകുന്നത്? ഇല്ല. പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറയുമ്പോഴാണ് ഒരുവൻ നല്ല മനുഷ്യനാകുന്നത്. അങ്ങനെ ഒരു മനുഷ്യന്റെ പേരാണ് ബർന്നബാസ്. ബർന്നബാസിനെ അങ്ങോട്ട് അയച്ചു. അർത്ഥം എന്താണ്? 2024 വിശ്വാസവും അഭിഷേകവും നിന്നെ തേടി വരികയാണ്. നല്ല മനുഷ്യനായ വിശ്വാസവും അഭിഷേകവും 2024 നിന്നെ തേടി വരികയാണ്. അത് കാരണം വളരെ പുരുഷാരം കർത്താവിനോട് ചേരാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിൽ, നിന്റെ സഭയിൽ ഒരു ബർന്നബാസ് വെളിപ്പെടുമ്പോൾ, നിന്റെ ശുശ്രൂഷയിൽ ഒരു ബർന്നബാസ് വെളിപ്പെടുമ്പോൾ അനേകം പേർ കർത്താവിനോട് ചേരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ഭക്തിയോടെ. ഞാൻ 9 കാര്യങ്ങൾ പറഞ്ഞു. സമ്മറൈസ് ചെയ്തോട്ടെ. 100 മേനി. നിങ്ങൾ കേൾക്കുമ്പോൾ രാമയും പറയണം എല്ലാവരും. 100 മേനി വിളവ് കിട്ടുന്ന വർഷം. അല്പം കൂടെ ജോർസേ. 100 മേനി വിളവ് കിട്ടുന്ന വർഷം. വർദ്ധിച്ച് വർദ്ധിച്ച് മഹാസമ്പന്നനാകുന്ന വർഷം. സന്തതി ലഭിക്കുന്ന വർഷം. ധൈര്യം ക്ഷയിക്കാത്ത വർഷം. ദേശത്തെ ദൈവം പരിപാലിക്കുന്ന വർഷം. ദൈവം നന്മ കൊണ്ട് ജീവിതത്തെ അലങ്കരിക്കുന്ന വർഷം. ദൈവം നഷ്ടപ്പെട്ടതിന് പകരം ഏഴിരട്ടിയായി മടക്കി തരുന്ന വർഷം. ബന്ധനം അഴിക്കുന്ന വർഷം. ശുശ്രൂഷയിൽ ഒരു ബർന്നബാസ് വെളിപ്പെടുന്ന വർഷം. കരങ്ങളെ ചേർത്തടിച്ച് ഏറ്റെടുക്ക്. കരങ്ങളെ ചേർത്തടിച്ച് ഏറ്റെടുത്ത് അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ.